പക്ഷേ എനിക്ക് ഒരു 10 ലക്ഷം രൂപ ബജറ്റ് ഉണ്ട്. ഓക്കെ എനിക്കൊരു ടൊയോട്ടയുടെ വണ്ടിയാണ് എന്റെ ഒരു ആഗ്രഹം. ഓക്കെ. അപ്പൊ ആ ബജറ്റിൽ ഗ്ലാൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? എടാ, ഗ്ലാൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതിയുടെ ബലെനോ എന്ന് പറയുന്ന കാറിന്റെ ഒരു റീബാഡ്ജ്ഡ് ആണ്. പക്ഷേ ഇപ്പൊ നിനക്ക് ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡാണ് വേണ്ടത്, ഫീച്ചേഴ്സ് ഒന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ഈ കാർ എടുത്തു. ഇത് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് നോക്കുമ്പോൾ ബലെനോ നല്ലൊരു ഓപ്ഷനാണ്. കാരണം മാരുതിയുടെ ബാജിങ്ങിൽ വരുന്ന കാറാണ്. അത്യാവശ്യം എഞ്ചിൻ നല്ല റിലയബിൾ ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല വണ്ടി. സർവീസ് മാരുതി അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, സർവീസ് അത്യാവശ്യം നല്ല ചീപ്പും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ സർവീസാണ്. ബാക്കി വണ്ടികൾക്ക് ടൊയോട്ടോയ്ക്ക് അങ്ങനെ അല്ലെന്നല്ല പറയുന്നത്. ബലെനോ വരുമ്പോൾ സ്പെയർ ആയാലും എല്ലാം നമുക്ക് ഈസി ആയിരിക്കും. ഒരുപാട് സർവീസ് സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ തന്നെ. നമുക്ക് എന്ത് അത്യാവശ്യം വന്നാലും എമർജൻസി വന്നാലും സർവീസ് ഒരുപാട് അടുത്ത് ചെയ്യാം. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഗ്ലാൻസിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോൾ 6.46 lakhs ടു ഓൾമോസ്റ്റ് 11 സംതിങ് ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ബലെനോ വരുമ്പം 5.99 lakhs ടു 10 സംതിങ് ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. എന്റെ ഒരു പേഴ്സണൽ ചോയ്സ്, എന്റെ ഒരു അത് നോക്കുകയാണെങ്കിൽ ഞാൻ ബലെനോ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. ഗ്ലാൻസെ കൊള്ളില്ലാന്നോ ഗ്ലാൻസെ ഞാൻ എന്താ പറയുക നെഗറ്റീവോ അല്ല പറയുന്നത്. ഇതേപോലത്തെ കാർ റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും.